ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ നിരന്തരം ഒരു പാറ്റേൺ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. അത് ചിലപ്പോൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. നിരന്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കാം. ചിലരുടെ പ്രശ്നം റിലേഷൻഷിപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അവർക്ക് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയാത്ത ചില പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ ആ ഉള്ള ബന്ധത്തിലുണ്ടാവുന്ന പല പല പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്നതായിരിക്കാം. ചിലർക്ക് കരിയർ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് പലപ്പോഴും എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസ് പലതും കണ്ടിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരം ഒറ്റ വാക്കിലൂടെയോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലൂടെയോ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് തരുന്നതിന് മറുപടി പറയാൻ ഒരുപാട് പരിമിതിയുണ്ട്. കാരണം ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റമല്ല. പെട്ടെന്നുള്ള മാറ്റമാണ് തീർച്ചയായിട്ടും. അത് സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്ക് ഈ പ്രശ്നത്തിന് സ്ഥിരമായ ഒരു പരിഹാരം. അപ്പോൾ പലപ്പോഴും പല വീഡിയോസ് കാണാറുണ്ട്, മോട്ടിവേഷണൽ വീഡിയോസ് കാണാറുണ്ട്, മാനിഫെസ്റ്റേഷൻ തന്നെ ധാരാളം വീഡിയോസ് കാണാറുണ്ട്, അതുപോലെ പുസ്തകങ്ങൾ ധാരാളം വായിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് സമയത്തേക്കാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. പക്ഷേ സ്ഥിരമായ ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ട്. പക്ഷേ ആദ്യം തന്നെ പറയട്ടെ, ഇതിന് പെട്ടെന്നുള്ള ഒരു മാറ്റം, അതായത് നമുക്കെന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ വെള്ളം വെച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നതിലൂടെയോ ഒന്നും സ്ഥിരമായ ഒരു റിസൾട്ട് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് മാർഗമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ തലച്ചോറിൻ്റെ, നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന ആ ഒരു ഫീച്ചർ ഏറ്റവും നന്നായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്തൊരു കാര്യം പോലെ ഇതിന് സ്ഥിരതയാർന്ന ഒരു പ്രവർത്തനം ആവശ്യമാണ്. അതുപോലെ തന്നെ റിപ്പിറ്റേഷൻ ആവശ്യമാണ്, കൺസിസ്റ്റൻസി ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മൂന്നിനും നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മാറ്റങ്ങൾ നടത്തുന്നത് എന്ന് ചോദിക്കാം. എൻ്റെ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ് എന്ന ആ ഒരു വീഡിയോ സീരീസ്, അത് 21 ദിവസത്തെ ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ എങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മളുടെ അവെയർനെസ്സാണ്. അതായത് നമ്മളുടെ ലൈഫിലുള്ള സ്ഥിരമായ പാറ്റേണുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ടോ? അതായത് നമ്മളൊന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴേക്കും വീണ്ടും അടുത്ത സാമ്പത്തിക പ്രശ്നം നമുക്ക് കയറി വരുന്നു. ക്രെഡിറ്റ് കാർഡിലെ ബില്ല് നമ്മളൊന്ന് പൂർത്തിയാക്കി കഴിഞ്ഞ് ക്ലിയറാക്കി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ക്രെഡിറ്റ് കാർഡ് ബില്ല് നമുക്ക് കൂടുന്നു. അല്ലെങ്കിൽ നമുക്ക് പണം വന്നതുപോലെ തന്നെ നമുക്ക് നിൽക്കുന്നില്ല, പണം പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പണത്തിൻ്റെ വരവ് ബ്ലോക്കാവുന്നു. ഇനി റിലേഷൻഷിപ്പിലാണെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വീണ്ടും വീണ്ടും നമ്മൾ വന്ന് ചേരുന്നു. അതേപോലെയുള്ള ആളുകളാണ് വീണ്ടും വരുന്നത്. അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ജോലിയിലാണെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലിയിൽ നിൽക്കാൻ പറ്റാതെ വരുന്നു. അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യാതെ വരുന്നു. എന്താണ് ഒരു കരിയർ ചൂസ് ചെയ്യേണ്ടതിനകത്തുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതുപോലെ നമുക്ക് ജോലികൾ സ്ഥിരമായി മാറേണ്ട ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പാറ്റേൺസാണ്. അപ്പോൾ ഈ പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സഹായം ആവശ്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നത്. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ബ്രെയിനിൽ സ്ഥിരമായിട്ട് ഉണ്ടായിട്ടിരിക്കുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസാണ് ഈ പാറ്റേൺസ് നിങ്ങളിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ തലച്ചോറിനെ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതവും മാറും എന്ന ഒരു വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് മാനിഫെസ്റ്റേഷൻ്റെ എല്ലാ സ്റ്റെപ്പും ഞാൻ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ പാറ്റേണുകൾ എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള നമ്മളുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ
നമ്മുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള, അല്ല അധ്യാപകരിൽ നിന്നൊക്കെ അക്വയർ ചെയ്തിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള ധാരണകളും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാരണങ്ങളും ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ അത് ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകളായി അത് ന്യൂറോൺ നെറ്റ്വർക്കുകളായി അത് ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശക്തമാകും തോറും നമ്മൾ അതേ പാറ്റേണിലേക്ക് തന്നെ പോകാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ പാറ്റേൺ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ പാസ്റ്റ് ട്രോമാസ് അല്ലെങ്കിൽ പാസ്റ്റ് ഇമോഷൻസിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നിരന്തരം ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവർ ചെറുപ്പത്തിൽ മുതൽ അവർക്ക് ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് അവരുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് മെമ്മറീസ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇമോഷണൽ മെമ്മറീസ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഈ പാസ്റ്റ് ഇമോഷൻസ് നമുക്കൊരു ബ്ലോക്കായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. തീർച്ചയായിട്ടും ഈ മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നതിനെ നമ്മുടെ പാസ്റ്റ് ഇമോഷൻസ് തീർച്ചയായിട്ടും സ്വാധീനിക്കും. അപ്പോൾ നിർഭാഗ്യവശാൽ ചില ആളുകൾക്കെങ്കിലും വളരെ നല്ലതല്ലാത്ത അല്ലെങ്കിൽ മോശം എക്സ്പീരിയൻസാണ് അവരുടെ ലൈഫിൽ അവർ തുടർന്ന് പോന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവർ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴോ എല്ലാം ആ പാസ്റ്റ് ഇമോഷൻസ് അവരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു പക്ഷേ വീണ്ടും വീണ്ടും അതേപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത. 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മുടെ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ പാറ്റേണുകളെ ക്ലിയർ ചെയ്യുക എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രാക്ടിക്കൽ സെഷൻസും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ 21 ദിവസം കൊണ്ടോ ഇത് ക്ലിയർ ആകണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് അതിനെ ക്ലിയർ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടും നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഒക്കെ ഇത് നിരന്തരം നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഇമോഷൻസിനെ നമ്മുടെ ഫ്യൂച്ചർ ഇമോഷൻസുമായിട്ട് റീറൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബിൻ്റെ ഒരു ഭാഗമാണ്. ഇനി മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് പുതിയ ഒരു പാറ്റേണെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളിതുവരെ സാമ്പത്തിക പ്രശ്നം അനുഭവിച്ചിരുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്കിനി ഒരു പുതിയ പാറ്റേൺ വരേണ്ടത് സമ്പന്നതയുടെ അല്ലെങ്കിൽ അബണ്ടൻസിൻ്റെ ഒരു പാറ്റേണിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എങ്കിൽ ആ ഫ്യൂച്ചറാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എങ്കിൽ ആ ഫ്യൂച്ചറിലെ ഇമോഷൻ, അതായത് നിങ്ങൾ സമ്പന്നത അനുഭവിക്കുന്ന ആ ഫ്യൂച്ചറിലെ ഇമോഷൻ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണോ അനുഭവിക്കുന്നത് ആ അനുഭവം നിരന്തരം നിങ്ങളുടെ ശരീരത്തിനെ കെമിക്കലി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എലിവേറ്റഡ് ഇമോഷൻസായിട്ട് നമ്മുടെ ആ ഒരു ഇൻറ്റൻഷനെ വീണ്ടും വീണ്ടും നമ്മുടെ ബോഡിയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പം അതിന് ചില ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷൻസ് അതിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ചില പ്രാക്ടീസസും നമ്മളതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും റെപ്പിറ്റേഷനാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ ഫ്യൂച്ചർ ഇമോഷനെ നമ്മുടെ ബോഡിയിൽ വീണ്ടും വീണ്ടും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡി ചിന്തിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഒരാളായി മാറും എന്ന തരത്തിലാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ ബോഡി നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഇൻസ്പയർഡ് ആക്ഷനാണ് നമുക്ക് തീർച്ചയായിട്ടും സ്ഥിരമായൊരു മാറ്റം നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിരന്തരം പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ ഈ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ബ്രെയിൻ റീവയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു പുതിയ പാറ്റേണിലേക്ക് നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. കാരണം നമ്മളത് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നോളജ് കിട്ടിയതുകൊണ്ടോ കാര്യമില്ല. ആ നോളജ് നമ്മുടെ ബോഡിയിൽ എക്സ്പീരിയൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടണമെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിൽ നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുതിയ ടേണിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സംഭവിക്കുന്നത് ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ്.
നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും എനിക്ക് കുറച്ച് സമ്പത്തുണ്ടാക്കണം, അല്ലെങ്കിൽ കാറ് വാങ്ങണം, ക്വിക്കായിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ആണ് പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ എൻ്റെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ ഞാൻ എപ്പോഴും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ്. അതായത് ഇതിന് മുമ്പിലുണ്ടായിരുന്ന ഒരാളിൽ നിന്ന് തീർച്ചയായിട്ടും അയാളുടെ മനസ്സും ശരീരവും ബ്രെയിനും എല്ലാം, അതല്ലെങ്കിൽ അവരുടെ ഇമോഷൻസും അവരുടെ തോട്ട്സും അതുപോലെ തന്നെ അവരുടെ ആക്ഷനും ഒരു പുതിയ ആളുടേതായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്ഥിരമായ ഒരു മാറ്റത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവുന്ന എക്സ്പീരിയൻസും തീർച്ചയായിട്ടും പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി പുതിയ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അടുത്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ ഇത്ര കാലം ജീവിച്ചിരുന്നത് നമ്മുടെ പഴയ ഐഡൻറ്റിറ്റിയിലാണ്. ഇപ്പോൾ 30 വയസ്സുള്ള ഒരാളാണ്, അല്ലെങ്കിൽ 40 വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ 40 വർഷം ആ ഐഡൻറ്റിറ്റിയിൽ പോയിട്ടുള്ള ഒരാളാണ്. സ്ഥിരമായി സാമ്പത്തിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് അവരുടെ ബോഡിക്ക് ഒരുപക്ഷെ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല പരിശീലനത്തിലും നമ്മൾ ആ പരിശീലനം കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ ഫീൽ ഗുഡ് തോന്നിയെങ്കിലും അത് സ്ഥിരമായി നിലനിൽക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ ആ ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു പോകാനുള്ള നമ്മുടെ ബോഡിയുടെ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ടെൻഡൻസിയിൽ നിന്ന് നമുക്ക് എങ്ങനെ പുതിയ ഐഡൻറ്റിറ്റി തന്നെ നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് ഈ 21 ഡേയ്സിൻ്റെ മറ്റൊരു ഘട്ടമാണ് നമ്മൾ പരിശീലിക്കുന്നത്. അപ്പോൾ ഐഡിയലി ഈ 21 ഡേയ്സ് എന്ന് പറയുന്നത് 21 ദിവസം നിരന്തരം കേട്ടുകൊണ്ടിരിക്കേണ്ട പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് പെട്ടെന്ന് ക്വിക്ക് ഫിക്സുകളല്ല ഇതിൽ പറയുന്നത്. നമ്മുടെ സ്ഥിരമായ പ്രവർത്തനത്തിലൂടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക, ഒപ്പം തന്നെ നമ്മളുടെ ഒരു അവെയർനെസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നോട് പലപ്പോഴും പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് അറ്റൻഡ് ചെയ്യുക, എൻ്റെ ഈ വീഡിയോസ് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ 21 ഡേയ്സിൻ്റെ 4 സീസൺസ് ഉണ്ട്. അതായത് ഒരേ സ്ട്രക്ചറിലാണെങ്കിൽ പോലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള 4 സീസൺസാണ് ഈ മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ ഈ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സെഷൻസ് എല്ലാ ദിവസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും. 1 എന്ന് പറയുന്നത് നിങ്ങളുടെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. 2 എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ഇമോഷൻസിനെ ക്ലിയർ ചെയ്ത് കളയുക എന്നുള്ളത്. 3 എന്ന് പറയുന്നത് പുതിയ ഒരു പാറ്റേൺ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് ഇമോഷൻസായിട്ട് നിങ്ങളുടെ ബോഡിയെ പഠിപ്പിക്കുക എന്നുള്ളത്. വീണ്ടും അത് ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റായിട്ട് നമ്മളതിനെ തിരിച്ചറിയുക എന്നുള്ളതും. അതുപോലെ ആ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിനെ നമ്മൾ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ ഘട്ടം. ഈ ഒരു ആശയം വളരെ എഫക്റ്റീവായിട്ട് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ പറയുന്നത്.